ഇവിടെ ഇവിടെ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത്, അതിനെ തുടർന്നുള്ള വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങൾക്കുള്ള തീറ്റയാണ്, നിങ്ങളതുകൊണ്ട് വിറ്റ് കാശുണ്ടാക്കുക എന്നൊക്കെ സിനിമാ മോഡൽ ഡയലോഗ് പറഞ്ഞിട്ട് മാധ്യമങ്ങളെ പിടിച്ച് തള്ളിയിട്ട് അതിനും പോരാഞ്ഞിട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇന്നലെ രാത്രി 9 മണിക്ക് തന്നെ ബൈ ത്രൂ മെയിൽ നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി പോലീസിൽ പരാതി കൊടുത്തു. രാവിലെ ഒന്ന് ലെറ്റർ പാഡിൽ പരാതി കൊടുത്തു, കേസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേസും BJP നടത്തുമോ സന്ദീപ് വാര്യർ? ലക്ഷ്മി, ഏകദേശം ഒരു മാസം മുൻപ് ഡൽഹിയിൽ ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ള നിങ്ങളെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ആ സുരേഷ് ഗോപി മറുപടി പറഞ്ഞ് പോകുന്ന സമയത്ത് മീഡിയ വണ്ണിൻ്റെ മാധ്യമ പ്രവർത്തനായിട്ടുള്ള തൗഫീഖ് ആലം നടത്തിയിട്ടുള്ള പ്രതികരണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? കേരളത്തിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ? കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലും എന്നൊരു ആക്ഷനാണ് കാണിച്ചത്. കുത്തിക്കൊല്ലും എന്നൊരു ആക്ഷൻ ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇന്ത്യയുടെ ചരിത്രത്തിലൊരു മാധ്യമപ്രവർത്തകൻ ഒരു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്ന ആക്ഷൻ കാണിച്ചിട്ട് പോലും സുരേഷ് ഗോപി അതിനെതിരെ കേസ് കൊടുക്കാനോ പരാതി കൊടുക്കാനോ തയ്യാറായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ സുരേഷ് ഗോപി തയ്യാറാവുന്നില്ല? കുത്തിക്കൊല്ലും, ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലും എന്നൊരാൾ ആക്ഷൻ കാണിച്ചുവെങ്കിൽ അത് സുരേഷ് ഗോപി പരാതി കൊടുത്തില്ലെങ്കിൽ സന്ദീപ് വാര്യർ പരാതി കൊടുക്കണ്ടേ പോലീസിൽ? BJPക്ക് പരാതിയില്ലേ? ഈ രാജ്യത്തിന്റെ ഒരു മന്ത്രിയല്ലേ? എന്താണ്? ഞാൻ ആ വിഷയം അദ്ദേഹമായിട്ട് സംസാരിച്ചതാണ്. സംസാരിച്ചതായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് തൗഫീഖ് ആലം മാപ്പ് പറഞ്ഞു. സന്ദീപ് വാര്യർ, താങ്കൾ പറയുന്ന ആരോപണം എത്ര ഗുരുതര ആരോപണമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിയെ, കേരളത്തിന്റെ BJPയുടെ കേന്ദ്രമന്ത്രിയെ ഒരു മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലുക എന്ന ഇന്റൻഷനിൽ എന്തോ കാണിച്ചു എന്ന് താങ്കൾ പറഞ്ഞത് ഗുരുതരമായ ആരോപണമാണ്. കേന്ദ്ര ഏജൻസി വരണ്ടേ? BJPക്ക് ആവശ്യമുണ്ടോ? NIA വരണം എന്ന ആവശ്യമുണ്ടോ? ആ വിഷയത്തിൽ ശ്രീ സുരേഷ് ഗോപിയുമായി സംസാരിക്കുകയും അപ്പോഴേക്കും തൗഫീഖ് ആലം, ഞാൻ ദാവൂദുമായി സംസാരിച്ചു, മീഡിയ വണ്ണിലെ ദാവൂദുമായി സംസാരിച്ചു, അവർ ചെയ്തത് അങ്ങേയറ്റത്തെ തെറ്റാണെന്ന് പറയുകയും ബോധ്യപ്പെടുകയും ഞങ്ങളതൊരു മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൗഫീഖ് ആലത്തെ കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. മാധ്യമ പ്രവർത്തകനെതിരെ കേസ് കൊടുക്കണ്ട എന്നുള്ള വിശാലമായ സുരേഷ് ഗോപി നടക്കുന്ന ആൾക്കെതിരെ കേസ് കൊടുക്കണ്ടേ സന്ദീപ് വാര്യർ? താങ്കൾ ഈ ചർച്ചയിൽ ഏതോ നാൾ കഴിഞ്ഞ് ഒരു ചർച്ചയിൽ വന്നിരുന്ന വേറൊരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണോ പറയേണ്ടത്? നിങ്ങൾ എന്ന് മുതൽ മീഡിയ വണ്ണോട് ക്ഷമിച്ചു തുടങ്ങിയത്? അല്ല, ഞാൻ മീഡിയ വൺ ആവട്ടെ, ഏത് ചാനലാവട്ടെ, ഒരു കേന്ദ്രമന്ത്രി ഒരു മാധ്യമപ്രവർത്തകൻ മൈക്കുമായി കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞാൽ അതിൽ കേന്ദ്ര ഏജൻസി വരേണ്ട സന്ദീപ് ഇപ്പോഴും പരാതി കൊടുക്കാൻ തയ്യാറുണ്ടോ BJP? അത് എന്താണ്, സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ അത്? ഹാഷ്മി, ഞാൻ പറഞ്ഞോട്ടെ, അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം അതിന് വിശാല ഹൃദയത്തോടു കൂടി സമീപിച്ച ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിരവധി അറ്റാക്കുകൾ വരാറുണ്ട്, വിഷയങ്ങൾ വരാറുണ്ട്. അദ്ദേഹം അക്കാര്യത്തിലൊക്കെ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. ഞങ്ങളോടും അങ്ങനെയാണ് പറയാറുള്ളത്, പല ഘട്ടങ്ങളിലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ അസഭ്യ വർഷം വരുമ്പോഴൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തോട്ടെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം നിരുത്സാഹപ്പെടുത്താറാണ് പതിവുള്ളത്. സാമൂഹ്യ മാധ്യമം പോലെയാണോ? അങ്ങനെയാണ്. പക്ഷേ ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ ആരോ മുഖമില്ലാത്ത ആരോ എന്തോ എഴുതി വിടുന്നത് പോലെയാണോ കേരളത്തിന്റെ ഒരു കേന്ദ്രമന്ത്രിയെ ഒരാൾ ഡൽഹിയിൽ വെച്ച് കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കുത്തിക്കൊല്ലാൻ നീക്കം നടത്തിയെന്നൊക്കെ താങ്കൾ പറയുമ്പോൾ അത് ചെറിയ ആരോപണമാണോ സന്ദീപ് വാര്യർ? ലക്ഷ്മി, കുത്തിക്കൊല്ലും എന്ന ആക്ഷൻ കാണിച്ചത് കേരളം മുഴുവൻ കണ്ടതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ മാധ്യമങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്തെങ്കിൽ പോലും അത് കേരളം മുഴുവൻ. ഒരു സെക്കൻഡ് അശ്മി, നിങ്ങൾ ചർച്ച ചെയ്തോ? അല്ല, ഈ വിഷയമോ സുരേഷ് ഗോപിക്കെതിരെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ആ മാധ്യമപ്രവർത്തകരെ കേസ് എടുക്കണം, നിങ്ങൾ പറഞ്ഞല്ലോ ആ മാധ്യമപ്രവർത്തകരെ ധാർമ്മികതയുടെ ഒരംശം നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അന്വേഷിക്കണ്ടേ? നമ്മുടെ കേന്ദ്രമന്ത്രിയെതിരെ കുത്തിക്കൊല്ലുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്ഷൻ കാണിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ നമ്മൾ BJPക്കൊപ്പമാണ്. എന്താ പരാതി കൊടുക്കുന്നില്ല സന്ദീപ് വാര്യർ അല്ലെങ്കിൽ അങ്ങയുടെ പാർട്ടി? തീർച്ചയായിട്ടും അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഡൽഹിയിൽ കാണിച്ച കുത്തിക്കൊല്ലുമെന്ന ആരോപണത്തിന്റെ താങ്കൾ പറഞ്ഞു വരുന്നത് ഡൽഹിയിൽ കാണിച്ച കുത്തിക്കൊല്ലുമെന്ന ആ ആംഗ്യത്തിന്റെ ബാക്കിയിലാണ്. തൗഫീഖ് ആലം എന്ന് പറയുന്ന ആൾ കാണിച്ച ആംഗ്യത്തിന്റെ ബാക്കിയിലാണ് ഇവിടെ അഖിൽ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു പാവം പിടിച്ച മാധ്യമപ്രവർത്തകൻ മൈക്കുമായി കൊല്ലാൻ പോയത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. തൗഫീഖ് ആലവും അഖിലും പാവങ്ങളാ സാറേ. ഞാൻ ബാക്കി പറയണോ? ഞാൻ സംസാരിക്കണോ? പറയൂ. ഞാൻ സംസാരിക്കണം, തടസ്സപ്പെടുത്തരുത്. നിങ്ങൾ അഖിൽമാരോട് കാണിച്ച അടവ് എൻ്റെ അടുത്ത് എടുക്കണ്ട. ഞാൻ സംസാരിക്കും, തടസ്സപ്പെടുത്തണ്ട. ഞാൻ പരിപാടി കണ്ടത് സന്തോഷം, പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറയുന്നത് കഴിഞ്ഞ് സംസാരിക്കും. ഞാൻ പറഞ്ഞ് കഴിഞ്ഞ ശേഷം സംസാരിക്കുക. അന്നും അത് പരാതി കൊടുക്കണം എന്നുള്ളായിരുന്നു എൻ്റെ നിലപാട്. അതിൽ മാത്രമല്ല, നിരവധി വിഷയങ്ങളിൽ പരാതി കൊടുക്കണമെന്ന നിലപാട് പറയുമ്പോഴും അദ്ദേഹം നിരുത്സാഹപ്പെടുത്താണ് പതിവ്. അത് അദ്ദേഹത്തിന്റെ ഹൃദയവിശാലതയാണ്. എനിക്ക് ആ ഹൃദയവിശാലതയൊന്നുമല്ല, എനിക്ക് ആ വിശാലതയേ ഇല്ല. അത്തരത്തിൽ കുത്തിക്കൊല്ലുമെന്ന ആക്ഷൻ കാണിച്ചാൽ തിരിച്ച് എന്ത് ചെയ്യണം നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ.
എന്റെ രീതി വേറെയാണ്, അദ്ദേഹത്തിന്റെ രീതി വേറെയാണ്. വേറെയാണ്. അത്രേ അതിലുള്ളൂ. ശരി, ഇവിടെ ഓക്കേ. മീഡിയ വണ്ണിന്റെ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഞാൻ ഇവിടെ സുരേഷ് ഗോപി പരാതി കൊടുക്കാൻ ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇല്ലല്ല, അദ്ദേഹം അല്ല, ഞാൻ കേന്ദ്ര കുത്തിക്കൊല്ലാൻ മന്ത്രി പറയാൻ ഒരു ഞാൻ ആ ചോദ്യം പിൻവലിച്ചു. ചോദ്യം ചോദിക്കാൻ ഇല്ല, ഞാൻ ആ ചോദ്യം പിൻവലിച്ചു. കുത്തിക്കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ പരാതി കൊടുക്കണമെന്നേ. സുരേഷ് ഗോപി അല്ല, അത് BJP പരാതി കൊടുക്കണം. ഒരു തർക്കമൊക്കെ അല്ല. ജിൻഡോ അല്ല ജിൻഡോ ക്ഷമിക്കില്ലേ? അല്ല ജിൻഡോ ഡൽഹിയിൽ അല്ല ജിൻഡോ ഇത് ഗുരുതരമാണ്. അല്ല ജിൻഡോ പറയൂ. ആഷ്മി ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയട്ടെ. ഞാൻ സന്ധി പറഞ്ഞു പൂർത്തിയാക്കും. ആഷ്മി ഞാനൊന്ന് പറയട്ടെ. ഇനി ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാമനിലയത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഗുരുതരമായിട്ടുള്ള പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി. കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ കൊടുക്കേണ്ട കേരളത്തിലെ പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ഉന്നയിക്കുന്നത്. സ്വാഭാവികമാമായിട്ടും അദ്ദേഹം ലോക്സഭാ സ്പീക്കർ കൂടി പരാതി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം ലോക്സഭാ സ്പീക്കർ കാരണം ഇവിടെ ആഷ്മി ആ ചിത്രം ശ്രദ്ധിക്കുക. ആഷ്മി ഇന്നലെ ഒരു സെക്കൻഡ് അല്ലല്ല ആഷ്മി ഇന്നലെ അദ്ദേഹം ഇറങ്ങി വരുന്ന വിഷ്വൽ ശ്രദ്ധിക്കുക. അവിടെ എവിടെയെങ്കിലും പോലീസ് ഉണ്ടോ? അദ്ദേഹത്തിന്റെ സുരക്ഷയുണ്ടോ? ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട്. അവിടെ പോലീസ് ഉണ്ടായിരുന്നു കൂടി അപ്രിയമായിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും സംഭവിക്കില്ലായിരുന്നു. ഇവിടെ സമയത്ത് നൂറുകണക്കിന് പോലീസ് ഉണ്ടല്ലോ. അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ലേ, സംരക്ഷണം കൊടുക്കണ്ടേ? സംരക്ഷണം കൊടുക്കണ്ടേ? അത് അദ്ദേഹം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പ്രശ്നം പ്രോട്ടോകോളൊന്നുമല്ല ജിൻഡോ. ഇവിടെ ഡൽഹിയിൽ നമ്മൾ കേന്ദ്രമന്ത്രിയെ കൊല്ലും എന്നൊരു ആക്ഷൻ കാണിക്കുന്നു. അതിന്റെ തുടർച്ചയിൽ രാമനിലയത്തിന്റെ പുറത്ത് എന്താണ് മാധ്യമപ്രവർത്തകർ ഈ പറഞ്ഞ ഉദ്ദേശത്തോടുകൂടി പിന്നെയും പോകുന്നു. അവിടെ മീഡിയ മാത്രമല്ല കേട്ടോ, ഏഷ്യാനെറ്റ് അടക്കം ഏഷ്യാനെയും മനോരമയുടെയും ഒക്കെ ലേഖകന്മാർ സമാനമായ ഉദ്ദേശത്തോടുകൂടി പോകുകയാണ്, കൊല്ലാൻ പോവുകയാണ്. കേസെടുക്കണ്ടേ ജിൻഡോ? തീർച്ചയായിട്ടും കേസെടുക്കണമെന്നേ. മാത്രമല്ല, കേന്ദ്രമന്ത്രിയെ കൊല്ലാൻ ആക്ഷൻ കാണിച്ച ആളോട് നിങ്ങൾ ഡൽഹിയിൽ ക്ഷമിച്ചു, പക്ഷെ തൃശ്ശൂർ ചോദ്യം ചോദിച്ചാൽ അതിനെതിരെ പരാതി കൊടുക്കും. എവിടത്തെ ന്യായമാണ് സന്ദീപ് വാര്യർ പറയുന്നത്? നിങ്ങളുടെ ആക്ഷൻ ഹീറോയെ കൊല്ലാൻ ആംഗ്യം കാണിച്ചവരോട് ക്ഷമിക്കും, പക്ഷെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ കേസ് കൊടുക്കും. സുരേഷ് ഗോപി ഈ തവണ മാത്രമല്ല, സുരേഷ് ഗോപിക്കെതിരെ നിരവധി തവണ മീഡിയ വണ്ണിന്റെ ഭാഗത്ത് വളരെ സംയമനം പാലിച്ച വ്യക്തിയാണ്. അദ്ദേഹം ആത്മസമയം പാലിച്ച വ്യക്തിയാണ്. അദ്ദേഹം ആത്മസമയം പാലിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മസംയമനം ദൗർബല്യമായി കാണണ്ട. സുരേഷ് ഗോപിയുടെ ആത്മസംയമനം ദൗർബല്യമൊന്നുമല്ല. ഞാൻ സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. കേന്ദ്രമന്ത്രിയെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് താങ്കളുടെ ദുർബല ആരോപണം. അത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. എൻഐയിലേക്ക് പരാതിയുമായി പോകണം, അല്ലെങ്കിൽ ഈ ബാലിശവാദങ്ങൾ ആവർത്തിക്കരുത്. ശരി എന്തായാലും സാർ, അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ പരാതി കൊടുക്കും. ശരി അല്ല, അതുകൂടി പരാതി കൊടുക്കും താങ്കൾ. അല്ല, അതുകൂടി പരാതി കൊടുക്കുന്നേ. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സന്ദീപ് പറഞ്ഞ. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാധ്യമ പ്രവർത്തകർ 2 ചോദ്യം ചോദിക്കുമ്പോഴേക്കും മുട്ടുപറച്ച് കൊല്ലാൻ വരുന്നു കരുതിയാൽ അയ്യേ കഷ്ടം സന്ദീപ്, അയ്യേ കഷ്ടം. ശരി, കൊടുക്കൂ. ശരി, കൊടുക്കൂ. സകല തീവ്രവാദികളെയും ദേശസുരക്ഷയ്ക്ക് ഭീഷണി അകത്തോട് വേണമെങ്കിൽ തൂക്കിക്കൊല്ലൂ.